അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാനിത് രാവിലെ ഒരു പുതിയൊരു ഡ്രസ്സ് ഇട്ടതിൻ്റെ പൊലിവിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതൊന്നാമത് എന്താ വെച്ചാൽ ഇന്നലെ അങ്ങോട്ട് ഇരുന്ന് തയ്ച്ചതാണ്. എനിക്ക് ബ്ലാക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി ഒരു എന്താ പറയുക അപായ പോലെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് സ്ലീവൊക്കെ ജസ്റ്റ് ബ്ലാക്ക് കാര്യമൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലൊക്കെ തയ്ച്ചെടുത്ത് നല്ല ലൂസായതുകൊണ്ട് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഒരു തടി ഒതുങ്ങിയ പോലെ തോന്നുമല്ലോ. ഈ ലൈറ്റ് കളേഴ്സ് ഇടണമെങ്കിൽ ഒന്നൊരു ഒതുക്കത്തൊക്കെ തോന്നുമല്ലോ അല്ലേ ബ്ലാക്ക് കളർ ഇടുമ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കളേഴ്സ് ഇടുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടാണ് കേട്ടോ. ഇത് ഞാൻ മാക്സി ക്ലോത്ത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മൾ നൈറ്റി ക്ലോത്ത് വാങ്ങും കിട്ടുമല്ലോ, ഈ കട്ട് ചെയ്ത് വെച്ച 200 രൂപേൻ്റെ അതാണ് ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇന്നൊരു ഫ്രഷ് ആയിട്ടാണ് വന്നത്. ഞാൻ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഫ്രഷ് ഫീൽ ചെയ്യലൊരു പോസിറ്റീവായിട്ട് അല്ലേ ഒരു ഇതാവും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഇന്ന് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും അതൊക്കെ കുടിച്ച് കഴിച്ചോളൂ സ്കൂൾക്ക് പോവുകയാണ്. ഓക്ക് എന്നാണെങ്കിലും പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നില്ല. ഓക്ക് ഇന്നിങ്ങോട്ട് വരികയാണ് കേട്ടോ. കാരണം 12 മണിക്ക് വിട്ടാൽ പിന്നെ 2 മണിക്കാണ് സ്കൂൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമല്ലോ. അങ്ങനെ ഓള് നേരത്തെ പോയി. കാരണം 9 മണിക്ക് പോയിട്ടുണ്ട്. 9:30 ക്ലാസ് സ്റ്റാർട്ടാവും. അപ്പോൾ ഓള് പോയതിൻ്റെ ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ. പിന്നെയാണ് മൂപ്പർക്കുള്ള ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത്. കാരണം ഇത് ഈ നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി ഇല്ലേ ഹാഫ് കുക്കഡ് അതായിരുന്നു. അപ്പോൾ അപ്പം കഴിങ്ങനെ ചൂടുമ്പോൾ അങ്ങോട്ട് കഴിക്കാൻ നേരം ഇങ്ങോട്ട് ചുടുന്നതാണ് ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. ചുട്ട് വെച്ചാലൊരു ശരിക്കും ഒരു ഉറപ്പ് കൂടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ മൂപ്പർ വന്നിട്ട് മൂപ്പർക്ക് ചുട്ട് കൊടുത്തു. മൂപ്പർ ചായ കുടിക്കാൻ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് നമ്മൾ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ചായ കുടിച്ചിട്ട് തന്നെയാണ്. അതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഓട്സ് മാത്രം കഴിച്ച് 2 നേരം നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ട് 12 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം കുടിച്ച് അങ്ങനെ നിർത്തി. ഇത് രാവിലെ ഞാൻ അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ചായ വെള്ളം കൊണ്ട് ഒതുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പാൽ ചായ തന്നെയാണ് കുടിക്കുന്നത്. അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര 2 സ്പൂൺ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ചായക്ക് ഞാൻ ഏലക്കായി അങ്ങനെ ഒന്നും ഇടുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏലക്കായും കറാമ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുടിക്കണതൊക്കെ. അപ്പോൾ ഞാനിത് എനിക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് പാൽ ചായ അപ്പടി പഞ്ചസാര ഇത്ര എനിക്ക് ആഡ് ചെയ്യണത് ഇഷ്ടമുള്ളൂ. ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കപ്പ് ചായ കുടിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വയറും നിറയും പോരാത്തതിന് നല്ലൊരു എന്താ പറയുക ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ തോന്നും. അതുകൊണ്ട് എനിക്കിത് മതി. പിന്നെ അതല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിക്കണം കേട്ടോ. അങ്ങനെ 10-10:30 ആകുമ്പോൾ ആ ടൈമിൽ കഴിച്ചാൽ മതിയല്ലോ. പിന്നെ കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അധികം മുട്ടനെ കഴിക്കാൻ നോക്കുക. കാരണം നമുക്ക് രാവിലത്തെ ഫുഡെങ്കിലും നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ അൺഹെൽത്തി ആവുമല്ലോ. ഞാൻ കുറേ കാലമായിട്ടുള്ള ഒരു ശീലമാണ് എനിക്ക് ഈ മുട്ട കഴിക്കുക എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇപ്പോൾ എത്ര ഇനി ഡയറ്റ് തെറ്റി നടക്കണ ഒരു ദിവസങ്ങളായാലും ഞാൻ രാവിലെ മുട്ടയിട്ടോ കഴിക്കാറുള്ളത്. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോയാണ് ഇന്നലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ എൻ്റെ അപ്പാപ്പ വരും. മൂപ്പര് പള്ളിക്ക് വരുന്നതാണ്. വന്നപ്പോൾ ഇപ്രാവശ്യം ഇന്ന് വന്നപ്പോൾ കട്ട്ലറ്റാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഐറൂസും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ കിറ്റ്കാറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിന്ന് തൊട്ട് നോക്കിയില്ല. കണ്ടതിൻ്റെ ഉള്ളിൽ കട്ട്ലറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതങ്ങോട്ട് എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇന്ന് ഞാനത് ജസ്റ്റ് നോക്കി അങ്ങനെ ഇങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ആ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നല്ല കുട്ടിയായി നിന്നു. എനിക്ക് കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നമുക്കൊന്നും നോക്കാതെ വേഗമായിട്ട് മൂപ്പർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. മൂപ്പരൊക്കെ പള്ളിക്ക് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിക്ക് പോകുന്നത് കേട്ടോ. ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുമുൻ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നെയ്ച്ചോറ് കുറച്ചൊരു ചെറിയ രീതിയിൽ, കാരണം ആരുമില്ല, ഒരു 2 ആളല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ലേശം ഗീ റൈസ് ഉണ്ടാക്കുക 2 ഗ്ലാസ് എടുത്തിട്ടാണ്
വെക്കണത്. ഉപ്പും അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഒറ്റ വിസിലടിച്ചാൽ നമ്മുടെ ഗീ റൈസ് റെഡി ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലത്തെ ബീഫ് കുറച്ചുണ്ടായിരുന്നേ, അപ്പോൾ അത് കറിയാക്കാമെന്ന് വിചാരിച്ചു. അതാ നമ്മൾ കുക്കർ വിസിലടിച്ചു, അത് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ മറ്റേ അടുപ്പത്ത് ബദാമും ഈ വാൾനട്ടുമാണ് കേട്ടോ അതുണ്ടായിരുന്നേ ഇവിടെ. അപ്പോൾ കുറേ എനിക്ക് ഈ വാൾനട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കാൻ കുറച്ചൊരു മടിയുണ്ട്. പിന്നെ ബദാമും ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കഴിക്കാൻ കുറച്ച് മടിയുണ്ട് കേട്ടോ, വെറുതെ അവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ കരുതി ഇതിപ്പോൾ അങ്ങനെ കഴിക്കൽ കുറവ് തന്നെ ആയിരിക്കും, നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് കഴിക്കുക എന്നുള്ളത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട പൊരിക്കുമ്പോഴോ ഓട്സ് ഉണ്ടാക്കുമ്പോഴോ ഇനിയിപ്പോൾ എന്ത് ചെറുപയർ വെക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്കിത് കഴിക്കാം എന്നുള്ള ഇതിട്ടിട്ട് കുറച്ച് പൊടി ഇതിട്ടാൽ നമുക്ക് പ്രോട്ടീനും ഒരുപാടുണ്ടാവില്ല, ഒരു റിച്ച് പ്രോട്ടീനാണ് ഇതിലാവുമ്പോൾ. എന്താ വെച്ചാൽ നമ്മൾ ബദാമും വാൾനട്ട് മാത്രം രണ്ടും നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കുറവാണ്, അത് കാർബ് കുറവാണ്. മറ്റേത് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. ബദാമും വാൾനട്ടിലും അത് കുറവാണ്, നമുക്കത് കൂടുതൽ ഫാറ്റും ഉണ്ടാവും, പിന്നെ എന്താ പറയുക പ്രോട്ടീനും ഒക്കെ ഉള്ള നല്ല പ്രോട്ടീൻ റിച്ച് സംഭവമാണിത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടോ പൊടിക്കാൻ പാകത്തിന്. അധികം ഒന്ന് വറുക്കുക നെയ്യോ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ആ ചട്ടിയിലിട്ട് ഞാനൊന്നുണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദിവസം അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പൂപ്പൽ പോലെ. അപ്പോൾ ഞാൻ നല്ല തുടച്ചിട്ടുണ്ട് പിന്നെ ചൂടാക്കി വെച്ചു. അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ബീഫ് കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വെച്ചു. പിന്നെ ചൂടാറിയപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതാണോ മിക്സിക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട്. ഇത് രണ്ടാമത്തെ ആ ജാറാണ് കേട്ടോ, അതിലൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ബീഫ് ഞാൻ നീനൊക്കെ വന്നില്ല, നീന് വന്നു വാങ്ങിയ കുറച്ച് ബീഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേഗം ഒന്ന് പൊടിച്ചെടുത്തു, നല്ല ചെറിയൊരു ചൂടിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനി ഒരു ചൂടാറിയിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്കൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് 2-3 ദിവസത്തിനൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ബോളിലാക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ. അതിനിപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ നല്ലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് കരുതി. ഇനിയിപ്പം വേറെ കേട് വരും എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ, ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെക്കാം. പിന്നെ നമുക്ക് എല്ലാത്തും കൂടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബീഫിനെ ഒന്ന് കറിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മീനുള്ളതെന്ന് കറിയല്ലായിരുന്നു, കുറച്ചൊരു പൊരിഞ്ഞ ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കറിയാക്കി നമ്മൾ ഗീ റൈസൊക്കെ. പിന്നെ എനിക്ക് അപ്പോൾ ഇങ്ങനെ വിശക്കണുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആക്കിയപ്പോൾ തന്നെ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് 2 സ്പൂണ് പൊടിയിടുക. അപ്പോൾ മുട്ടക്കൊരു എന്താ പറയുക ഒരു കട്ടിപ്പ് തോന്നും ചെയ്യും. നമുക്ക് കുറച്ച് ഒരു ബദാമും വാൾനട്ടൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എത്തുമല്ലോ. നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കണം എന്നുള്ളത് ഈ സീഡ്സുകളാണ്. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ ആദ്യം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റണില്ല കേട്ടോ. നമ്മൾ ഓട്സിലേക്കൊക്കെ ഇട്ടിട്ടൊന്നും എനിക്കത് എന്താ അറിയില്ല കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്. എന്നാലും ഈ മത്തൻ്റെ സീഡ്സൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഓട്സൊക്കെ ഇട്ട് കൊടുത്താൽ അത് അറിയാതെ പോകുമല്ലോ, പൊടിക്കാതെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ അറിയില്ല. അപ്പം ആ രീതിയിലൊക്കെ ചെയ്യണം എന്നുണ്ട്, നോക്കാം. എന്തായാലും പുതിയ ഓരോരോ റെസിപ്പി നമ്മൾ ആതിരക്കുട്ടി പറഞ്ഞ പോലെ കമൻ്റ് ഉണ്ടായിരുന്നു, ആതിരൻ്റെ റെസിപ്പി പുതിയ റെസിപ്പി പറയും. ഞാൻ അങ്ങനെ കുക്കിങ്ങിൽ ഒരു ഇഷ്ടമുള്ള ഒരാളല്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, എനിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പ്രോട്ടീനായിട്ട് കൂടുതൽ വേണം എന്നുള്ളതിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഇതന്നെ ഈ പൊടി തന്നെ നമുക്ക് ഓട്സ് ഇട്ടിട്ട് ആലോചിച്ച് നോക്കിയ ഓട്സിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മേലെ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനും കുറച്ച് ടേസ്റ്റും കൂടും, പോരാത്തതിന് നമുക്ക് പ്രോട്ടീനൊക്കെ ആണല്ലോ. അങ്ങനെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം മുട്ട പൊരിച്ചെടുത്തു, പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ വെജിറ്റബിൾസും ആയി, നമുക്ക് മുട്ട പ്രോട്ടീനായി, എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ ഡയറ്റിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ. അവന് ഇതുമ്പോൾ വന്നു. പിന്നെ ഇതുമ്പോൾ വന്നതിന് ശേഷം ഒരു 12 കാലൊക്കെ ആയിട്ടുണ്ട്. ഇതുമ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാട്ടോ ഇരുന്നതെന്ന്. ഓളും ബീഫ് കറിയും നെയ്ച്ചോറും ക്യാബേജ് ഉപ്പേരിയും പിന്നെ അതിനിപ്പോൾ രാവിലത്തെ ഗ്രീൻ പീസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ. 2 മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ കുറച്ച് ബീഫിൻ്റെ എല്ലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കടിച്ച് കഴിക്കാൻ പറ്റുന്ന എല്ലായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ കുറച്ചെടുത്തു.
പിന്നെ ഇതാ കാബേജും ക്യാരറ്റും ഇട്ടുള്ള ഉപ്പേരിയും പിന്നെ നമ്മളെ രാവിലത്തെ ഗ്രീൻ പീസും ഒക്കെ ഇതാ മിക്സഡ് ആക്കിയിട്ട് നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് തന്നെയായിരുന്നു. നമ്മളെ ഫസ്റ്റ് ഫുഡാണിത്. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഇന്ന് കഴിക്കുന്ന ഒരു വയറ് നിറഞ്ഞ് കഴിക്കുന്ന ഒരു ഫുഡ് ഇതാണ് കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ അധികം അങ്ങോട്ട് വയറ് നിറക്കാറൊന്നുമില്ലല്ലോ. ഇതാണ് കാര്യമായിട്ട് ഉച്ചക്കത്തെ ഫുഡാണ് നമ്മളെ വിശപ്പ് ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട്. രാവിലെ മുതൽ ഉച്ച വരെ നിൽക്കുമ്പം കുറച്ച് വിശപ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു 15 ദിവസങ്ങളാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെയൊക്കെ വേണമെങ്കിൽ കുറച്ച് കഴിക്കാം ഒന്നും കൂടിയൊക്കെ അങ്ങനെ എത്ര ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു 8-ാം തീയതി 9-ാം തീയതി ഒരു പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇങ്ങോട്ട് ടൈറ്റ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ മുട്ട വലിയ താല്പര്യമില്ല ഇത് മുന്നേ, അതുകൊണ്ട് എന്നോട് അതിനെ പറ്റി ഒന്നും ചോദിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം അവിടെ നമ്മൾ വെള്ളം ഇങ്ങനെ കുടിച്ച് വരുന്നുണ്ട്. രാവിലെ ഒരു കപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിറച്ച് വെച്ചതാണ്. ഇന്ന് വെള്ളം കൂടി കുറച്ച് കുറവാണ്, അത് ഫുള്ളാക്കണം. ഉച്ചൊരു 2-3 ആകുമ്പോഴേക്കിന് ആ ഒരു കുപ്പി ഫുള്ളായിട്ട് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പിന്നെ ഒരു കുപ്പിയും കൂടി നിറച്ചാൽ രാത്രി ആകുമ്പോഴേക്കിന് തീരും. പിന്നെ അതാ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു 3 മണി 4 മോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗസ്റ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പടപടി എന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നേ. അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുപോലെ രാത്രി ഐറൂസ് പോവുകയാണ്. കുറച്ച് ഒരു 3 മണി 4 മണി ആ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ നമ്മൾ ബേക്കറി ഒന്നും അധികം കഴിച്ചിട്ടില്ല, എന്നാലും നമ്മൾ ചായൻ്റെ ഇടയിൽ കൂടെ അതും ഇതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, വർക്കൗട്ടിൻ്റെ സമയത്തും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയത്തെ ഫുഡ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. എന്തൊക്കെയോ അതും ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ഒരു പഴത്തിൻ്റെത്, ഫ്രൂട്ട്സിൻ്റെ 1-2 കഷ്ണങ്ങൾ, പിന്നെ ചിപ്സിൻ്റെ 2-3 കഷ്ണങ്ങൾ, അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിമേൽ അങ്ങോട്ട് നിർത്തി. പിന്നെ വേറെ ഇപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ ഒന്നും ഇങ്ങനെ ഒരു ക്ഷീണിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. 2 ദിവസം ആയിട്ടുള്ളൂ, എന്നാലും നമ്മൾ ഫുഡ് വല്ലാതെ കഴിക്കണില്ലല്ലോ. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ മോളും തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് 400 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 100.5 ആയിട്ടുണ്ട്. ഇന്നലെ 100.9 ആയിരുന്നല്ലോ. അപ്പം ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളാണല്ലോ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം വലിയ കുഴപ്പമില്ല, കൂടാതെ നിന്നാൽ മതി. ഒരു 100 ഗ്രാമെങ്കിലും ദിവസം കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ ദിവസവും ഞാൻ കഴിക്കുന്ന ഓരോ റെസിപ്പിയും കാണിച്ചു തരാം കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.